ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ മെമ്പർഷിപ്പിൽ നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ആ വീഡിയോ കാണുക. അപ്പോൾ ഓവർ പറഞ്ഞ് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് കഥയിലുള്ള എന്നെ കുറിച്ച് ആദ്യം പരിചയപ്പെടാം. എന്താണെന്ന് വെച്ചാൽ, എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാനെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. എനിക്ക് ജലദോഷവും തൊണ്ടവേദനയുമൊക്കെ അല്ല, അതുകൊണ്ട് നല്ല രീതിയിൽ ജലദോഷം തൊണ്ടവേദന ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്നെ കുറിച്ച് പറഞ്ഞു. ഞാനെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പഠിക്കും. അതായത് എൻ്റെ നാട്ടിലെ തന്നെ എല്ലാവർക്കും, ഭൂരിഭാഗം ആൾക്കാർക്കും എന്നെ കുറിച്ച് അറിയാം. അതായത് ഞാൻ നല്ലൊരു പഠിക്കുന്ന പെൺകുട്ടിയാണ്. ക്ലാസ്സിലും സ്കൂളിലും കോളേജിലൊക്കെ കുറേ സമ്മാനം വാങ്ങിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് വയസ്സെന്ന് പറയുന്നത് 19 അപ്പോൾ എൻ്റെ നാട്ടിലെന്ന് പറയുന്നത് എല്ലാവർക്കും ഓരോ രീതിയിൽ ബിസിനസ് ഉണ്ടായിരുന്നു. അതായത് ചില പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഹാമ്പറൊക്കെ ഇല്ല, അതായത് ഷർട്ട് ബോക്സ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ എൻഗേജ്മെന്റിനൊക്കെ കൊടുക്കുന്ന അതുപോലെയായിരുന്നു എൻ്റെ അയൽപക്കത്തുള്ള ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ ടൈലറിങ്, ഓരോരാളെ കഴിവനുസരിച്ചിട്ടായിരുന്നു അവർ ബിസിനസ് തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ നല്ല രീതിയിൽ ഉള്ളും നീളവും മുടിയൊക്കെ ഉള്ളവർ എന്ത് ബിസിനസ് തുടങ്ങും? നല്ല എണ്ണയുടെ ബിസിനസ് തുടങ്ങും. അപ്പൊ എല്ലാവരും വിശ്വസിക്കും, അതുകൊണ്ടല്ലേ അവളുടെ മുടി അത്ര വലുതായി, അപ്പൊ അത് തേച്ച് ഉപയോഗിക്കാം, അപ്പൊ അതുപോലെ മുടി കിട്ടും. അതായത് അവർക്ക് എന്താണുള്ളത് അത് വെച്ച് ബിസിനസ് ചെയ്യണം, അവരുടെ കഴിവ് വെച്ച് ബിസിനസ് ചെയ്യണം. ഇപ്പൊ നല്ല വെളുത്ത ഒരാൾക്കാർ ഒരു ക്രീം വിറ്റാല് അതിന് നല്ല ചെലവുണ്ട്, അതിന് നല്ല രീതിയിൽ ആൾക്കാർ വാങ്ങും. നേരെ മറിച്ച് ഒരു കറുത്താളാണെങ്കിൽ ഒരു ക്രീം വിൽക്കുന്നെങ്കിൽ ആരും വാങ്ങത്തില്ല, കാരണം ആർക്കും അത് ഇഷ്ടപ്പെടില്ല, വിശ്വാസം വരത്തില്ല. അപ്പോ ഞാൻ ഒരിക്കൽ നല്ല രീതിയിൽ മയത്ത് അവിടെ പുറത്ത്, അതായത് നല്ല മഴയായിരുന്നു, നല്ല ഇരുട്ടും നല്ല മഴ. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എന്നെ നല്ലൊരു കട്ടൻ ചായ എടുത്ത് കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ നല്ല കട്ടനൊക്കെ ചൂടാക്കി, ആ മഴയുടെ ഓരോ തുള്ളി എൻ്റെ മുഖത്ത് തെറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കട്ടനൊക്കെ ചൂടാക്കി, നല്ല കട്ടൻ വെച്ചു, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് ഞാൻ അവിടെ പുറത്തിരിക്കുന്ന ടൈമായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിരുന്നു. എൻ്റെ സ്വന്തം ചേച്ചി പോലെയായിരുന്നു ആ ചേച്ചി എന്ന് പറയുന്നത്. അങ്ങനെ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ആ ചേച്ചിയോട് ഞാൻ ഓരോ വിഷമം പറയായിരുന്നു. അതായത് എല്ലാവർക്കും ക്യാഷ് ഉണ്ടാക്കാൻ ഓരോ ട്രിക്ക് ഉണ്ട്, നമുക്ക് മാത്രം അങ്ങനെ ഇല്ലല്ലോ, എനിക്കാണെങ്കിൽ ഒരു കഴിവുമില്ല. അപ്പൊ ചേച്ചി പറഞ്ഞു, നീ നല്ല രീതിയിൽ പഠിക്കത്തില്ലേ? ഞാൻ പറഞ്ഞു, പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ പറഞ്ഞു, ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടെ. ചേച്ചി എന്താ? അതെന്താന്ന് വെച്ചാല്, നീ ഇപ്പോ നല്ല രീതിയിൽ പഠിക്കും, നാട്ടിൽ തന്നെ എല്ലാവർക്കും നിന്നെ കുറിച്ച് അറിയാം. അപ്പൊ നീ ഒരു ട്യൂഷൻ ക്ലാസ് അതായത് ഒരു ടീച്ചർ എന്ന രീതിയിൽ നീ ഇതാക്കണം. ഫസ്റ്റ് ഞാൻ എൻ്റെ മോനെ തന്നെ നിനക്ക് ട്യൂഷനിലായിട്ട് വിടാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഒന്ന് പോ ചേച്ചി, ഇതൊന്നും നടക്കത്തില്ല. അപ്പൊ അവള് പറഞ്ഞു, ഡി നടക്കൂടി, നീ വിശ്വസിക്ക്, നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാലോ. അപ്പൊ ആദ്യം എനിക്കൊരു മടി ഉണ്ടെങ്കിലും പിന്നെ വിചാരിച്ചു ഇതങ്ങോട്ട് വർക്കൗട്ട് ആയെങ്കിലോ. അങ്ങനെ ഞാന് ആദ്യം തന്നെ ആ ചേച്ചിയുടെ മകനെ എൻ്റെ അരികിൽ ട്യൂഷൻ അയച്ചു. അതായത് അവനെ 10ാം ക്ലാസ്സിലായിരുന്നു, SLCയുടെ ടൈം. ഞാനായിരുന്നു അവനെ പഠിപ്പിച്ചു കൊടുത്തത്. അതായത് അന്ന് അവന് നല്ല പോലെ, ഒരിക്കലും പാസ്സാവില്ല വിചാരിച്ച അവന് നല്ല മാർക്കോടെ പാസ്സായി. എനിക്ക് പഠിക്കാൻ മാത്രമല്ല പഠിപ്പിക്കാനും വേറെ ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചി അത് കുടുംബശ്രീ ഇരിക്കുന്ന ടൈം എല്ലാവരോടും പറഞ്ഞു. അതായത് ഇവരുടെ കൂടെ ട്യൂഷൻ അയച്ച് എൻ്റെ മോന് പാസ്സായതാണ് എന്ന് എല്ലാവരും പറഞ്ഞു. കാരണം എല്ലാവർക്കും അറിയാം, ആരും വിചാരിച്ചില്ല അവൻ പാസ്സാവും എന്നുള്ള കാര്യം. അങ്ങനെ അവൻ പാസ്സായ സ്ഥിതിക്ക് ആ നാട്ടിലുള്ള എല്ലാ ചേച്ചികളും ഇവനെ ഓരോരാൾക്കാരെ എൻ്റെ അടുത്ത് ട്യൂഷൻ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു ചേച്ചി എനിക്ക് വിളിക്കുകയുണ്ടായി. അതായത് എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ ചേച്ചു, എന്താ? അപ്പൊ പറഞ്ഞു, എന്നറിയോ ഗൗരി? എന്നിട്ട് അവൾ സ്ഥലമൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആ ചേച്ചി എവിടെയോ കേട്ട് പരിചയമുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടില്ല. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, ആ മോളെ ചേച്ചി എന്താ ചേച്ചി വിളിച്ചേ? അപ്പൊ പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, അപ്പൊ അവനെ ഒരു ട്യൂഷൻ എടുക്കണം. ഞാൻ പറഞ്ഞു, പിന്നെന്താ, എടുക്കാലോ, ഇപ്പൊ തന്നെ എനിക്ക് 6 കുട്ടികളായി. അപ്പൊ ഞാൻ പറഞ്ഞു, എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മോളെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, അവൻ ഇപ്പോൾ ഡിഗ്രിയിലായിരുന്നു. നിനക്ക് എത്ര വയസ്സ്? 19 അല്ലേ? അവന് 19 അതുകൊണ്ട് അവനൊരു നാണക്കേടുണ്ടാവും, നീ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, അവന് നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു, അതിനെന്താ ചേച്ചി, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാലോ. അവന് എന്നെക്കാളും 2 മാസം മൂത്തതായിരുന്നു. അതായിരുന്നു വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ ആ ചേച്ചി അവനെ പറഞ്ഞു വിട്. എപ്പോഴാ പറഞ്ഞു വിടേണ്ടത് അറിയുമ്പോൾ ഞാൻ പറഞ്ഞു, ബുധനാഴ്ച 7 മണിക്ക് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ്സിൽ ആരും ഉണ്ടാവത്തില്ല. അതായത് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന്റെ പിള്ളേരെ മുമ്പിൽ, അതായത് ബാക്കിയുള്ള പിള്ളേരെ മുമ്പിൽ അവന്റെ ട്യൂഷന് വരാൻ ഒരു നാണക്കേട്, അതുകൊണ്ട് മോള് എനിക്ക് ആരുമില്ലാത്ത ടൈം ഒന്ന് എടുത്തു കൊടുക്കോ ട്യൂഷന് എന്നാ അമ്മ വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ പറഞ്ഞു,
പിന്നെന്താ ഞാൻ എടുത്തു കൊടുക്കാലോ, ബുധനാഴ്ച എല്ലാ ബുധനാഴ്ച ആഴ്ചയിൽ ബുധനാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓക്കെ എന്നും പറഞ്ഞു. അതവിടെ കഴിഞ്ഞു. പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഒരു ബുധനാഴ്ച എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇതേപോലെ തന്നെ ആ നല്ല മയത്ത് നല്ല ചൂട് ചായ കുടിക്കായിരുന്നു. വീട്ടിൽ അമ്മ അച്ഛൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റക്കായിരുന്നു. പെട്ടെന്ന് മയത്ത് ഒരു പയ്യൻ, അതായത് അവന്റെ പുസ്തകം തലയിൽ ഇങ്ങനെ വെച്ചിട്ട് അവൻ ഓടി വരികയെന്ന് ഞാൻ കണ്ടു. ഓടി വന്നതും എന്റെ വീടിന്റെ പടി കയറി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ട്യൂഷൻ എടുക്കുന്ന പെണ്ണല്ലേ നീ? ഞാൻ പറഞ്ഞു ആ അതെ. ആ ഞാനാ അന്ന് ആ ഗൗരി വിളിച്ചിരുന്നു, ആ ഗൗരിയുടെ മോന എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ നീയാ, എന്നാ വാ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. നീ ചായ കുടിച്ചോ എന്ന് പറഞ്ഞു. എന്നോട് പറയാണ്ട് തന്നെ അവൾ ചെരുപ്പൊക്കെ ഊരി അവൻ അകത്തോട്ട് കയറി, അതായത് എന്റെ വീട്ടിന്റെ അകത്തോട്ട്. ഞാന് ഇത് കൊള്ളാലോ. പയ്യനാണെങ്കിൽ അടിപൊളി പയ്യനായിരുന്നു, കാണാനാണെങ്കിൽ ഒടുക്കത്ത് ഭംഗിയും. ഞാൻ കണ്ടപ്പോ തന്നെ വീടിരുന്നു, പക്ഷെ ഓവർ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഇത് കൊള്ളാലോ. പയ്യനെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു പഠിക്കാത്ത പയ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഭംഗിയൊന്നും ഇല്ലാത്ത ഒരു സാധാരണ പയ്യനായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, പയ്യനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ പയ്യൻ എന്നെ കണ്ടപ്പോഴും ഞെട്ടി, ഞാൻ അവനെ കണ്ടപ്പോഴും ഞെട്ടി. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു, അതെ ഇപ്പോ അമ്മയില്ല, നിനക്ക് വയ്യ എപ്പെങ്കിലും വരാൻ പറ്റുമോ? അപ്പൊ അവൻ പറഞ്ഞു, അയ്യോ വയ്യ വരാൻ പറ്റില്ല, എനിക്ക് കളി കാണണം, അതുകൊണ്ട് ഇപ്പൊ കഴിയുന്നതും കുറച്ച് പഠിപ്പിച്ചാൽ മതി, പേടിക്കണ്ട ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നായിരുന്നെങ്കിൽ വീടിനകത്തുള്ള കരണ്ടും പോയി. അങ്ങനെ അവൻ പറഞ്ഞു, അയ്യോ കരണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ മെഴുകുതിരി എടുത്ത് വരാം. അങ്ങനെ മെഴുകുതിരൊക്കെ കത്തിച്ചു. അവനെ ഞാൻ ആദ്യ ദിവസം നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ എടുത്ത് വിട്ടു. പിറ്റേത്തെ ബുധനാഴ്ചയും ഇവർ വരുന്ന ടൈം എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല, പതിയെ പോലെ ഞാൻ ഒറ്റക്കായിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞു, അവന് എന്നോട് എന്നെ ഒരു വേറെ രീതിയിൽ നോക്കാനൊക്കെ തുടങ്ങി. നീ എന്താടി കളിക്കുന്നത്? എന്നോട് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഇവനെ പഠിപ്പിക്കണ്ടേ? ഇവനിങ്ങനെ എഡി പൊടി എന്നൊക്കെ വിളിച്ചാൽ എനിക്ക് ഇവനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അവനാണെങ്കിൽ എന്നെ ഒരുമാതിരി നോട്ടം. പെട്ടെന്ന് അവൻ പറഞ്ഞു, നമുക്ക് ഇനി ഹാളിൽ നിന്ന് പഠിക്കണ്ട, കുറച്ച് ദിവസം നമുക്ക് റൂമിൽ നിന്ന് പഠിക്കാം, ഹാളിൽ ഭയങ്കര ചൂടാണ്. ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട, നമുക്ക് ഹാളിൽ നിന്ന് തന്നെ പഠിക്കാം. എന്താടി നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നീ എന്തിനാ പേടിക്കുന്നത്? എന്നൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ. ഞാൻ പറഞ്ഞു വിശ്വാസം ഇല്ലാതെ ഒന്നില്ല. അപ്പൊ അവൻ പറഞ്ഞു, എന്നാ വാ എഴുന്നേൽക്കും. അങ്ങനെ അവന് എന്നെ എഴുന്നേൽപ്പിച്ചു. നമ്മൾ റൂമിൽ നിന്നും പഠിക്കാൻ തുടങ്ങി. പിന്നീട് അവന്റെ ശ്രദ്ധ വേറെ എവിടേക്കോ ആയി. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. ഇവനാണെങ്കിൽ പഠിപ്പിക്കണോ വേണം. എനിക്ക് ഇവനോട് നീ വേറെ എവിടേക്കോ നോക്കുന്നു, നീ ജസ്റ്റ് ഒന്ന് പഠിക്കുക എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പഠിക്കുന്നുണ്ടേ, നീ എന്ത് ഭംഗിയാടി കാണാൻ എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഷോ നീ ഇങ്ങനെയൊന്നും പറയരുത്, എനിക്ക് നാണം വന്നു എന്ന് ഞാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ആറ് പിള്ളേരോട് സംസാരിച്ച് അങ്ങനെ ശീലമില്ലായിരുന്നു, പക്ഷെ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നതാണ്. അങ്ങനെ അവൻ പറഞ്ഞു, ഡി പുറത്ത് നല്ല മഴയാണ്. ഞാൻ പറഞ്ഞു, ആ പുറത്ത് നല്ല മഴ, എനിക്കിപ്പോഴേ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, പോകാൻ പറ്റത്തില്ലെങ്കിൽ പോവണ്ട, നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവൻ പറഞ്ഞു, എന്നാൽ നല്ല മഴയാണ്, ഞാനൊരാണാണ്, നീ ഒരു പെണ്ണും, രണ്ടാളും ഒറ്റക്കൊരു റൂമിലാണ്. അപ്പോ എന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, നീ മിണ്ടാതിരിക്കേ, ഞാൻ പിന്നെ ട്യൂഷൻ എടുക്കാൻ ഞാൻ പോയി TV കാണും. അപ്പൊ അവൻ പറഞ്ഞു, നീ ഹാളിലെ ഡോറൊന്ന് അടച്ചു വരുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ, നീ ഒന്ന് അടച്ചു വരുമോ? അങ്ങനെ ഞാൻ വേഗം തന്നെ ആ ഹാളിലുള്ള ഡോറ് കുറ്റിയിട്ടു വീണ്ടും അവന്റെ റൂമിലോട്ടേക്ക് പോയി. എന്നിട്ട് അവൻ എന്നെ പിടിച്ച് അവിടെ ഇരുത്തി പറഞ്ഞു, നീ ഇവിടെ ഇരിക്കേ, ഒന്ന് എന്റെ കണ്ണിലോട്ട് നോക്കിയേ എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയില്ല. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു പിടിയില്ല. അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ ഒരു സ്കാനർ ഇടും. അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾ സെറ്റിംഗ് ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. 500 രൂപ അടക്കണം, ഫ്രീ ആയിട്ടല്ല. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.